അത് വിവാദമായപ്പോൾ എന്നെ എല്ലാ മാധ്യമങ്ങളിൽ നിന്നും വിളിച്ചിരുന്നു. പക്ഷെ ഞാൻ ഒരു സ്ഥലത്തും ഒന്നും പറഞ്ഞില്ല. അതെൻ്റെ കുഴപ്പം കൊണ്ടാണെന്ന് വിചാരിക്കുന്നെങ്കിൽ വിചാരിച്ചോട്ടെ. എനിക്ക് ആരെയും കുറ്റപ്പെടുത്താനില്ല, ഒന്നും സംസാരിക്കാനില്ല. ഡയറക്ടർ എബ്രിഡ് ഷൈൻ്റെ സ്പാ 18 വയസ്സിന് മുകളിലുള്ള ഒരു അഡൾട്ട് കോമഡി പടമാണ്. ഈ സബ്ജക്റ്റ് ഞാൻ ട്രീറ്റ് ചെയ്തതുപോലെ ട്രീറ്റ് ചെയ്തപ്പോൾ അത് അഡൾട്ട് കോമഡി പടമായി. പിന്നെ നമ്മുടെ സിനിമയുടെ പേര് ആക്ഷൻ ഹീറോ ബിജു. പേര് ഞങ്ങൾ അനൗൺസ് ചെയ്തു. ഞങ്ങളുടെ നെക്സ്റ്റ് പടം ആക്ഷൻ ഹീറോ ബിജു എന്ന് ഞങ്ങൾ അനൗൺസ് ചെയ്ത ശേഷമാണ് പിന്നെ കഥ തപ്പുന്നത്. ആക്ഷൻ ഹീറോ ബിജു 2 ഇറക്കണം എന്ന് എത്രത്തോളം ആഗ്രഹിക്കുന്നുണ്ട് ആസ് എ മേക്കർ? അടിമുടി നിവിന് അഴിഞ്ഞാടാൻ ഇളകിയാടാൻ സാധ്യതയുള്ള ഒരു സ്ക്രിപ്റ്റാണത്. സാറിനെ കുറിച്ച് കേട്ടിട്ടില്ലേ? ആക്ഷൻ ഹീറോ ബിജുവിന്റെ സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ആക്കി അത് ബൈൻഡ് ചെയ്തത് ഏതാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിവിന്റെ വിത്ത് ഡയലോഗ്സ്. പക്ഷെ അത് ചില ഇന്റേണൽ ആയിട്ടുള്ള ചില തർക്കങ്ങളും ഇഷ്യൂ ആണ്. ആ ഇഷ്യൂ മുറിപ്പെടുത്തിയിട്ടുണ്ടാവാം. അതൊക്കെ കൊണ്ടാണ് ആ സിനിമ പിന്നെ ഒന്ന് നിന്നുപോയത്. സ്പായെ കുറിച്ച് പഠിക്കാൻ വേണ്ടി ഒരുപാട് സ്പായിൽ പോയിട്ടുണ്ടാവില്ല? തീർച്ചയായും പലതരത്തിലുള്ള സ്പാകളിൽ ഞാൻ പോയി. എക്സാക്ട്ലി നമ്മുടെ സ്പാ സിനിമയിൽ ഞാൻ ക്രിയേറ്റ് ചെയ്ത പോലത്തെ ഒരു സ്പാ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇങ്ങനെ സ്പാ ഉണ്ടാവാൻ സാധ്യതയില്ല. ഇത് എബ്രിഡ് ഷൈൻ സ്പാ എന്ന് പറഞ്ഞത് ഞാൻ തന്നെ ക്രിയേറ്റ് ചെയ്ത, ചിലത് ഉള്ളതും ചിലത് ഇല്ലാത്തതും, ചിലത് ഫിക്ഷനും ചിലത് സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള ആഡ് ഓൺസും എല്ലാം കൂടി ചേർത്തിട്ടുണ്ടാക്കിയ ഒരു സ്പായാണ്. പൂമാസ്റ്റർ ഒരു വരി പോലും തിരക്കഥ ഉണ്ടായിരുന്നില്ല. പൂമരത്തിന് ഒരു വരി പോലും തിരക്കഥ ഉണ്ടായിരുന്നില്ല. തിരക്കഥ എന്ന് വെച്ചാൽ തിരക്കഥയുണ്ട് പൂർണ്ണമായിട്ട്. ഇത് പേപ്പറിൽ കൃത്യമായിട്ട് ഞാൻ എഴുതിയിട്ടല്ല അത് ചെയ്തത്. കൃത്യമായി പേപ്പറിൽ എഴുതിയിട്ട് ചെയ്ത പടം മഹാവീരായിരുന്നു. ഡയറക്ടർ എബ്രിഡ് ഷൈൻ്റെ സ്പാ ഇറങ്ങാൻ പോവാണ്. ഈ ഇന്റർവ്യൂ കഴിയുമ്പോൾ ഇറങ്ങി തന്നെ പറയാം. അതെ, ഡയറക്ടർ എബ്രിഡ് ഷൈൻ, വെൽക്കം ടു സ്റ്റാർജ. താങ്ക് യു റാഫി. ഈ സ്പായിൽ എന്തൊക്കെ കിട്ടും? ഈ സ്പാ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരിക്കും. ഓക്കെ. തിയേറ്ററിൽ ആളുകൾ ഒരുമിച്ചിരുന്ന് കാണുമ്പോൾ, തിയേറ്ററിൽ അങ്ങനെയാണല്ലോ, ഒരു ജനക്കൂട്ടം, ഒരു കൂട്ടം ആളുകൾ ഇരുട്ട് മുറിയിൽ ഒരുമിച്ചിരുന്ന് കാണുന്നു. പരസ്പരം പരിചയമില്ലാത്ത കുറെ ആളുകൾ ഒരുമിച്ചിരുന്ന് ഒരു സിനിമ കാണുന്നു. അവർക്ക് ഒരുമിച്ച് ആയിരിക്കും ഒരു തമാശ വരുമ്പോൾ അവർ ഒരുമിച്ചായിരിക്കും കണക്ട് ആവുന്നത്. അവർ അസ്വസ്ഥരാകുന്ന ഒരു പോയിന്റിലായിരിക്കും, അവർ ഇമോഷണൽ ആവുന്ന ഒരു പോയിന്റിലായിരിക്കും. അങ്ങനെ ഒരുമിച്ച് തിയേറ്ററിൽ വന്നിട്ട് ഒരുമിച്ച് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന മുഹൂർത്തങ്ങൾ ഉണ്ടാവും. തിയേറ്ററിൽ ഒരുമിച്ചുണ്ടെങ്കിൽ ഒരുമിച്ച് ചിരി വരും, ഒരുമിച്ച് തലക്കൈ വെച്ചേക്കാം, അങ്ങനെ ഉണ്ടാവാം. ഓക്കെ. ഒരു സ്പാ എന്ന് പറയുമ്പോൾ വാക്കിന്റെ അർത്ഥം നമ്മൾ സൗന്ദര്യം കൂട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആരോഗ്യം കൂട്ടാൻ വേണ്ടിയിട്ട് പോകുന്ന ഒരു സ്ഥലം എന്നാണ്. അപ്പൊ ഈ സ്പായിൽ ആർക്ക് കയറാൻ പറ്റും? ഫാമിലി ഒരു സിനിമയ്ക്ക് എന്നാൽ ശരി എന്നൊരു സിനിമയ്ക്ക് പോയേക്കാമെന്ന് വിചാരിച്ചൊരു ഫാമിലി ഒരു സിനിമയ്ക്ക് വേണ്ടി പോകുന്നു. കുട്ടികളൊക്കെ ആയിട്ട് അവർ പോയി ഒരു ദിവസം എന്നാ ഒന്ന് എൻജോയ് ചെയ്തേക്കാന്ന് വിചാരിച്ചിട്ട് ഫാമിലി ആയിട്ട് പോകുന്നു. അപ്പോൾ അവർക്കുള്ള സിനിമയല്ല ഇത്. അതുമല്ല, അവർക്ക് കുട്ടികളായിട്ട് സിനിമയ്ക്ക് വരാനേ പാടില്ല. ഇത് 18 വയസ്സിന് മുകളിലുള്ള ഒരു അഡൾട്ട് കോമഡി പടമാണ്. അപ്പോൾ 18 വയസ്സിന് മുകളിലുള്ളവർക്ക്, സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുമിച്ചിരുന്ന് കണ്ട് ആസ്വദിക്കാൻ പറ്റുന്ന സിനിമയാണ്. ഞാൻ വീണ്ടും പറയുന്നത് ഒരു ഫാമിലി സിനിമയല്ല, അതൊരു കുട്ടികളുമായിട്ട് വരേണ്ട സിനിമയല്ല. പക്ഷേ 18 വയസ്സിന് മുകളിലുള്ളവർക്ക് തിയേറ്ററിലിരുന്ന് കണ്ട് എന്റർടൈൻ ചെയ്യിപ്പിക്കാനുള്ള വകുപ്പുകളുള്ള ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് സിനിമയായിരിക്കും. സൂപ്പർ. അഡൾട്ട് കോമഡി ആയിട്ട് തന്നെയാണ് കൺസീവ് ചെയ്ത തുടക്കത്തിൽ? അഡൾട്ട് കോമഡി ആയിട്ട് തന്നെയാണ്. അത് അങ്ങനെ ആയിപ്പോയതാണ്. ഈ സബ്ജക്ട് ഞാൻ ട്രീറ്റ് ചെയ്തതുപോലെ ട്രീറ്റ് ചെയ്തപ്പോൾ അത് അഡൾട്ട് കോമഡി പടമായി. ഓക്കെ. എബ്രിഡ് ഷൈൻ്റെ ആദ്യത്തെ സർട്ടിഫൈഡ് പടം എന്ന് പറയാൻ പറ്റുമോ? ഇതിനു മുൻപ് അതെ എൻ്റെ UA സർട്ടിഫിക്കറ്റ് കിട്ടിയിരുന്നു. കുങ്ഫു മാസ്റ്റർ സിനിമയ്ക്കകത്ത് ഒരുപാട് ബ്ലഡ് ഷെഡൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് UA കിട്ടി. ബാക്കിയുള്ള എല്ലാ പടങ്ങളും U സർട്ടിഫിക്കറ്റ് ആയിരുന്നു തോന്നുന്നു. 1983 ആയിരുന്നു. ആക്ഷൻ ഹീറോ ബിജു ആയിരുന്നു. മഹാവീരർ പോലും U ആയിരുന്നു, ക്ലീൻ U ആയിരുന്നു. അപ്പോൾ ആക്ഷൻ ഹീറോ ബിജു ചെയ്യുന്നതിന് മുന്നേ 8 മാസം പോലീസ് സ്റ്റേഷനിൽ നിന്ന് പോയി അവിടെ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടെന്നാണ്. അതെ. അപ്പോൾ ഉറപ്പായിട്ടും സ്പായെ കുറിച്ച് പഠിക്കാൻ വേണ്ടി ഒരുപാട് സ്പായിൽ പോയിട്ടുണ്ടാവല്ലോ? തീർച്ചയായും. എവിടെയൊക്കെ പോയി, ഏതൊക്കെ സ്പായിൽ പോയി? ഞാൻ പോയ സ്പാകളുടെ പേര് പറയാനായിട്ട് എനിക്ക് പ്രശ്നമുണ്ട്. കാരണം ഈ സ്പായിലേക്ക് നമ്മൾ എൻട്രി കിട്ടുമ്പോൾ അത് നമ്മൾ പലരും വഴി, കാരണം അവരൊരു ഐസ് ബ്രേക്ക് ചെയ്യണം. അവരുടെ ഒരു സ്വകാര്യ സ്ഥലത്തേക്ക്, അവർ ഒരുമിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക്, അല്ലെങ്കിൽ അവർ തെറാപ്പിസ്റ്റുകൾ ഇരിക്കുന്ന സ്ഥലത്ത്, അല്ലെങ്കിൽ അവരുടെ റിസപ്ഷനിലൊക്കെ പോയി ഇരിക്കണമെങ്കിൽ അവർക്ക് അപരിചിതനായ ഒരാൾ വെറുതെ അവിടെ വന്നിങ്ങനെ ഇരിക്കുക എന്ന് പറയുന്നത്, കസ്റ്റമേഴ്സ് വരുമ്പോഴത്തേക്കും ഒരാൾ വന്നിരിക്കുന്നു, ആണെന്ന് പറഞ്ഞിരുന്നാൽ പോലും അതൊരു കംഫർട്ടിന്റെ പ്രശ്നമുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ നമ്മൾ അവരെ കൺവിൻസ് ചെയ്തതിന് അവരുടെ ഒപ്പം ഇരിക്കുക എന്ന് പറയുന്ന ഒരു അത്ര സുഖമുള്ള പരിപാടി അല്ല എന്നല്ല, അത് എളുപ്പമുള്ള പരിപാടിയായിരുന്നില്ല. അവർക്ക് നമ്മളൊരു വിശ്വാസം വരണമല്ലോ. അപ്പോൾ അവർ നമ്മൾ വിശ്വസിച്ച് അതിനകത്ത് കയറ്റി അവർ
ഇതെന്താണെന്നുള്ളത് അവരോട് സംസാരിക്കാനും പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ സാധാരണ മനുഷ്യരാണല്ലോ, എല്ലാ മനുഷ്യരെയും പോലെ അവരും മനുഷ്യരാണ്. അപ്പോൾ അവരുടെ കാര്യങ്ങൾ പറയുക, അവരുടെ കഥകൾ പറയുക, അവരെ ചിരിപ്പിച്ച കഥകൾ പറയുക, അവരുടെ സങ്കടങ്ങൾ പറയുക, അവരോടൊപ്പം ഇരിക്കുക, അവരുടെ കാര്യങ്ങൾ മനസ്സിലാവുക. പലതരത്തിലുള്ള സ്പാകളിലും ഞാൻ പോയി. ഓരോ സ്പായ്ക്കും ഓരോ സ്വഭാവമാണ്. ഇതിനൊരു ജനറലൈസ് ചെയ്ത് എല്ലാ സ്പായും ഒരുപോലെയാണ് ഫങ്ഷൻ ചെയ്യുന്നതെന്ന് പറയാൻ പറ്റില്ല. ഇത് പേഴ്സൺ ടു പേഴ്സൺ മാറും. അതായത് അത് നടത്തുന്ന സ്പാ ഉടമയുടെ ആറ്റിറ്റ്യൂഡ് അനുസരിച്ചിട്ട് ഈ സ്പായുടെ സ്വഭാവം മാറും. അവിടെയുള്ള അവരെങ്ങനെയാണോ എന്താ പറയുന്നത്, അതായത് എനിക്ക് ഇപ്പം നമ്മൾ പോലീസ് സ്റ്റേഷനിരിക്കുമ്പോൾ എല്ലാ പോലീസ് സ്റ്റേഷനുകളും ഒരേ നിയമമാണല്ലോ. എക്സാക്ട്ലി നമ്മുടെ സ്പാ സിനിമയിൽ ഞാൻ ക്രിയേറ്റ് ചെയ്ത പോലത്തെ ഒരു സ്പാ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇങ്ങനെ സ്പാ ഉണ്ടാവാൻ സാധ്യതയില്ല. ഇത് എബ്രിഡ് ഷൈൻ സ്പാ എന്ന് പറഞ്ഞത് ഞാൻ തന്നെ ക്രിയേറ്റ് ചെയ്ത, ഇതിൽ നിന്ന് എല്ലാം കൂടി എടുത്ത് ഇതിൻ്റെ എല്ലാ എലമെൻറ്റുകളും കൂടെ ചേർത്ത് വെച്ച് ചിലതുള്ളതും ചിലത് ഇല്ലാത്തതും, ചിലത് ഫിക്ഷനും ചിലത് സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള ആഡ് ഓൺസും എല്ലാം കൂടി ചേർത്തിട്ടുണ്ടാക്കിയ ഒരു സ്പായാണിത്. ഇമാജിനറി സ്പാ ലോകമാണ്. എന്താ പറയുന്നത്, സ്പാ യൂണിവേഴ്സ് എന്ന് പറയുന്നത്. ഒരു സ്പാ നടത്താനുള്ള ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനുള്ള അറിവൊക്കെ കിട്ടിയപ്പോൾ അത്രയും അറിവ് കിട്ടിയിട്ടില്ല എനിക്ക്. കാരണം സ്പാ ബിസിനസ് നടത്താൻ വീണ്ടും കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. കാരണം സ്പാ ബിസിനസ് തുടങ്ങിക്കളയുന്ന ഒരു സ്പാ തുടങ്ങിയേക്കാമെന്ന് തോന്നിയിട്ടില്ല എനിക്ക്. അങ്ങനെ തോന്നിയാൽ തന്നെ അതിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അതിൻ്റെ ലീഗൽ കാര്യങ്ങൾ പഠിക്കണം. ഒരുപാട് കാര്യങ്ങൾ ഒരു പ്രസ്ഥാനം നടത്തിക്കൊണ്ട് പോകാനായിട്ട് നമുക്ക് പഠിക്കേണ്ടതുണ്ട്. അപ്പം അത്തരത്തിലുള്ളൊരു പഠനം ഞാൻ നടത്തിയിട്ടില്ല. അങ്ങനൊരു അതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള സമയം നമുക്കില്ല. എത്ര കാലം എടുത്തു റിസർച്ചിന്? ഇത് ഈ സ്പായുടെ ആദ്യത്തെ ഒരു ബീജം വീഴുന്നത് 2015 2015 കാലഘട്ടത്തിൽ ആക്ഷൻ ഹീറോ ബിജുവിൻ്റെ ഡാറ്റ കളക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന സമയത്ത് ഞാൻ കണ്ട ഒരു പോയിന്റിൽ നിന്ന് ഇങ്ങനെ നമുക്ക് ഇരിക്കുമല്ലോ, ഇതിങ്ങനെ കിടക്കും. ഇൻസ്പിറേഷൻ കിട്ടിയത്. അതെ. അപ്പോൾ അതിൻ്റെ അതിങ്ങനെ 2015 തൊട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ട്. 10 വർഷം മുന്നേ കിട്ടിയ ഇൻസ്പിറേഷൻ. അതെ. അപ്പം ഞാൻ എപ്പോഴും ഇത് എവിടെയൊക്കെ ആയിട്ട് പല സ്ഥലത്തായിട്ട് ഇങ്ങനെ ആലോചിച്ച് അതിൻ്റെ ഒരു പൂർണ്ണ രൂപത്തിൽ അതിനെ ചെയ്യാമെന്നൊരു ധാരണ വരികയും, പക്ഷേ സ്പാ ചെയ്യാമെന്ന് തീരുമാനിച്ചതും സ്പാ ചെയ്തതും വളരെ ചുരുക്കം ദിവസങ്ങൾക്കുള്ള, അതിന് വലിയ സമയം എടുത്തില്ല. പക്ഷേ കഴിഞ്ഞ 10 വർഷമായിട്ട് ഇങ്ങനെ ഒരു സാധനം കിടപ്പുണ്ടായിരുന്നു. എല്ലാം പെട്ടെന്നായിരുന്നു. വളരെ പെട്ടെന്ന് എനിക്ക് തോന്നുന്നതാണെങ്കിൽ 10 ദിവസത്തിനുള്ളിൽ ഞാൻ സിനിമ ഷൂട്ട് തുടങ്ങി. 10 ദിവസം 15 ദിവസത്തിനുള്ളിൽ ഒരു മാസത്തിന് താഴെ ഉള്ള സമയത്ത് തീരുമാനമെടുക്കുകയും സ്ക്രിപ്റ്റ് എഴുതി കഴിയുകയും. ഒരു മാസം സ്ക്രിപ്റ്റിൻ്റെ ഒരു ഫോം നമ്മുടെ കയ്യിലുണ്ടാവുമല്ലോ. ഞാൻ ഇതിനെക്കുറിച്ചുള്ള റിസർച്ച് നന്നായിട്ട് നടത്തിയിട്ടുണ്ടായിരുന്നു. പാരലലി നമ്മൾ ഓരോ കാര്യങ്ങളെക്കുറിച്ചുള്ള റിസർച്ചുകൾ നടത്തും. ആ റിസർച്ച് നടത്തുന്നതിൻ്റെ ഭാഗമായിട്ട് അതിനെക്കുറിച്ച് റിസർച്ചുകൾ നടത്തിപ്പോയിക്കൊണ്ടേയിരുന്നു. പക്ഷെ തുടങ്ങിയത് വളരെ പെട്ടെന്നാണ്. തീരുമാനിച്ച ശേഷം ഞാനൊരു മാസത്തിനുള്ളിൽ തുടങ്ങി. ഓക്കെ. സ്പാ എന്നുള്ള വേർഡ് മിസ്റെപ്രസെന്റഡ് ആണ് നമ്മുടെ നാട്ടില്. നമ്മൾ മസാജിങ് സ്പാ മാത്രമേ നമ്മുടെ മനസ്സിലേക്ക് ഉള്ളൂ. അതെ. അങ്ങനെ തോന്നിയോ അതിന്റെ റിസർച്ച് കേട്ട് നടന്നപ്പോൾ? സ്പാ ഇന്റർനാഷണലി എല്ലാ നഗരങ്ങളിലും ഉണ്ട്. പ്രത്യേകിച്ചും സ്പാ ബിസിനസ് തെറാപ്പിയായിട്ട് വാട്ടർ തെറാപ്പിയായിട്ട് ബന്ധപ്പെട്ടിട്ടാണല്ലോ ഇങ്ങനൊരു പേരുണ്ടാവുക തന്നെ. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് സീരിയസ് ആയിട്ട് ഈ സ്പാകൾ നടക്കുന്നുണ്ട്. അതൊരു വാം വാട്ടർ തെറാപ്പി അല്ലെങ്കിൽ നാച്ചുറൽ വാം വാട്ടർ തെറാപ്പി എന്നൊക്കെ പറഞ്ഞിട്ട് ഈ സാധനങ്ങൾ വേറെ നഗരങ്ങളിൽ ഒക്കെ രൂപപ്പെട്ടിട്ട് പിന്നീട് ഇത് സ്പ്രെഡായതാണ്. പക്ഷേ ഇതിനോട് കച്ചവടവൽക്കരിക്കപ്പെട്ടത് എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ തായ്ലൻഡുമായിട്ട് ഉള്ള സ്ഥലങ്ങളിലായിരിക്കാം. അതിനെ ഈ വാട്ടർ തെറാപ്പി എന്ന് മാറിയിട്ട് വേറെ രീതിയിൽ പലതരത്തിലുള്ള ഫോമിലേക്ക് ഇത് മാറുകയും, സ്വാഭാവികമായിട്ടും ഇത് ടൂറിസം വന്നപ്പോൾ ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറുതായിട്ടൊന്നും തന്നെ പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ സ്വഭാവം മാറും. അതിപ്പോൾ എന്തിലായാലും ലീഗൽ അല്ലാത്ത സ്പാകളിലൊക്കെ ലീഗൽ അല്ലാത്ത സ്പായിലൊക്കെ പിന്നെ ലീഗൽ എന്ന് വെച്ചാൽ എല്ലാ സ്ഥലത്തും എല്ലാവർക്കും ലൈസൻസ് ഒക്കെ ഉണ്ട്. കാരണം ഈ കോർപ്പറേഷൻ ലൈസൻസ് ഇല്ലാത്തവർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. അവരുടെ ലൈസൻസും അവരുടെ ഡോക്ടേഴ്സിൻ്റെ അവരുടെ ഡോക്ടറിൻ്റെ സർട്ടിഫിക്കറ്റ് വേണം, കോർപ്പറേഷൻ ലൈസൻസ് വേണം, അങ്ങനെ എല്ലാ സാധനങ്ങളും. കാരണം ഒരു പരസ്യമായിട്ട് ബോർഡ് വെക്കുകയല്ലേ. സ്പാ എന്ന് പറഞ്ഞിട്ട് അതിന് ലൈസൻസ് ഒക്കെ വെച്ചിട്ട് അതിൻ്റെ നമ്പറൊക്കെ ഇട്ടിട്ടൊരു ബോർഡ് വെച്ചിട്ടാണല്ലോ ഇവർ ചെയ്യുന്നത്. അങ്ങനെയുള്ള സ്പാകളിൽ ചെല്ലുമ്പോൾ
നമുക്കത് പ്രൊഫഷണലാണെന്നും അൺപ്രൊഫഷണലാണെന്നും ഒക്കെ തോന്നുന്ന സ്ഥലങ്ങളിലൊക്കെ ഞാൻ ചെന്നിട്ടുണ്ട്. ചില സ്ഥലത്ത് ചെല്ലുമ്പോൾ ഇത് ഭയങ്കര കൊടും പ്രൊഫഷണലാണ്, ചില സ്ഥലത്ത് ചെല്ലുമ്പോൾ അൺപ്രൊഫഷണലാണ്, ചില സ്ഥലത്ത് ചെല്ലുമ്പോൾ ഒട്ടും പ്രൊഫഷണലാന്നൊക്കെ തോന്നുന്ന സ്പാകളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പോയി പെട്ടോ? ഇല്ല, ഞാൻ ആദ്യം തന്നെ ചെല്ലുമ്പോൾ ഞാൻ ഒരു ഫിലിം ഡയറക്ടറാണെന്നും ഞാനിത് ഡാറ്റ കളക്ഷൻ്റെ ഭാഗമായിട്ട് വന്നതാണെന്നും സംസാരിച്ചിട്ട് അവരുടെ സ്പായുടെ ഓണേഴ്സിനോട് സംസാരിച്ചിട്ട് അവരോട് സംസാരിച്ചിട്ട് കൃത്യമായി, അല്ലെങ്കിൽ ചിലപ്പോൾ എനിക്ക് അവരെ പരിചയമില്ലെങ്കിലും മറ്റൊരാൾ വഴി പരിചയപ്പെട്ട് അവരോട് സംസാരിച്ചിട്ട് അവരെ കംഫർട്ട് സോണിലേക്ക് എത്തി. ഞാൻ തെറാപ്പിസ്റ്റുകളോട് സംസാരിക്കുകയാണെങ്കിൽ തെറാപ്പിസ്റ്റുകളുടെ പെർമിഷൻ ഇവർക്ക് മേടിക്കണമല്ലോ. കാരണം വെറുതെ ചെന്ന് ഞാൻ തെറാപ്പിസ്റ്റുകളോട് സംസാരിക്കില്ല. ഇങ്ങനെ ഒരാൾ വന്നിട്ടുണ്ട്, അപ്പോൾ ഇങ്ങനൊരു സംവിധായകനാണ്, ഈ സംവിധായകനോട് നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റുമോ എന്ന് തെറാപ്പിസ്റ്റുകളോട് ഇതിൻ്റെ സ്പാ ഓണേഴ്സ് സമ്മതം ചോദിച്ച ശേഷം ഞാൻ അവരോട് സംസാരിച്ചത്. സ്പാ ഓണേഴ്സ് എല്ലാം ഈ തെറാപ്പിസ്റ്റുകളോട് ഞാൻ പോയ സ്ഥലങ്ങളിലെല്ലാം അറ്റ്ലീസ്റ്റ് അവർ റെസ്പെക്ട് ചെയ്തിട്ടാണ്, അവർക്കറിയാം ഇവരുടെ ജീവനക്കാരാണ് എന്ന് പറഞ്ഞാൽ അവരോട് ചോദിച്ചിട്ട് അവർക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ മാത്രമേ എന്നെ സംസാരിക്കാൻ അനുവദിച്ചിട്ടുള്ളൂ. ബ്രിഡ്ജൈൻ്റെ എഴുത്ത് എങ്ങനെയാണ് ആസ് എ റൈറ്റർ? ഭയങ്കര ഡിഫിക്കൽട്ടാണ് എഴുതുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സ്. കാരണം എഴുതുന്നതിന് മുൻപ് ഇത് നമ്മുടെ മനസ്സിലേക്ക് എഴുതുക എന്നുള്ളതാണ് ആദ്യം. നമ്മുടെ മനസ്സിലേക്കോ നമ്മുടെ ഹൃദയത്തിലേക്കോ എഴുതുക എന്നുള്ളതാണ് ആദ്യത്തെ പ്രോസസ്സ് നടക്കുന്നത്. അപ്പോൾ നമ്മൾ തന്നെ ഈ സിറ്റുവേഷൻ ഓർക്കുമ്പോൾ നമുക്ക് ചിരി വരിക, അല്ലെങ്കിൽ ഈ സിറ്റുവേഷൻ ഓർക്കുമ്പോൾ നമ്മൾ ഇമോഷണൽ ആവുക, അല്ലെങ്കിൽ ഈ സിറ്റുവേഷൻ ഓർക്കുമ്പോൾ ഇത് പുതിയതാണെന്ന് നമുക്ക് തോന്നുക. എഴുത്തിൻ്റെ സമയം ആക്ച്വലി ഭയങ്കര ബുദ്ധിമുട്ടാണ്, അത് ഭയങ്കര സ്ട്രെയിനുമാണ്. എനിക്ക് തോന്നുന്നത് അത് കിട്ടുക എന്ന് പറയുന്നതാണ് ഏറ്റവും പാട്. പിന്നെ ഞാൻ ചിലപ്പോൾ ഒരു ഹാഫ് വേയിലൊക്കെ ഒരു മുഴുവനൊന്നും ഫിനിഷ് ആവാതൊക്കെ സിനിമ തുടങ്ങും. സ്ക്രിപ്റ്റ് തീരാതെ തന്നെ ഞാൻ സിനിമ തുടങ്ങും. കാരണം എൻ്റെ കയ്യിൽ സാധനം കിട്ടി, എൻ്റെ ഹൃദയത്തിലോ അല്ലെങ്കിൽ എനിക്കൊരു സിനിമ കിട്ടിക്കഴിയുമ്പോൾ എനിക്ക് മനസ്സിലായി, ശരി, ഞാൻ ആദ്യം തന്നെ പറയും, അങ്ങനെ തുടങ്ങിയ സിനിമ ഏതാ? എല്ലാ സിനിമയും 1983 എന്നുള്ള സിനിമ തുടങ്ങിയത് ഞാൻ ഇതിൻ്റെ ഒരു മൊത്തം കഥ എനിക്ക് കിട്ടി, ക്ലൈമാക്സ് ഒന്നും എഴുതിയില്ല. അതിൻ്റെ ഒരു തിരക്കഥ ഒരു ഇൻ്റർവെൽ ആവുന്നതിന് മുമ്പ് തന്നെ അസോസിയേറ്റ് ചാർട്ട് ചോദിക്കാൻ വേണ്ടി വന്നു. പിന്നെ ഞാൻ രാവിലെ 3 മണിക്കിരുന്ന് ഞാൻ എഴുതുന്നു, ഞാൻ പിന്നീട് വിപിന് കൊടുക്കുന്നു, വിപിന് ഞാനിവിടെ അങ്ങോട്ടും മറിഞ്ഞ് തിരിഞ്ഞാണ് ആ സിനിമ എഴുതുമ്പോൾ. എനിക്ക് സിനിമ സ്ക്രിപ്റ്റ് എഴുതി എക്സ്പീരിയൻസ് ഇല്ല, അതുകൊണ്ടാണ് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള വിപിൻ ചന്ദ്രനെ ഞാൻ കൂടെ ചേർത്തത്. വിപിൻ ചന്ദ്രനിൽ നിന്നാണ് സ്ക്രിപ്റ്റ് റൈറ്റിങ്ങിൻ്റെ പ്രാഥമിക പാഠങ്ങൾ ഞാൻ പഠിക്കുന്നത്. ഞാൻ അതിനു മുമ്പ് സ്ക്രിപ്റ്റ് ബുക്കുകൾ വായിച്ചിട്ടുണ്ടെങ്കിലും ഒരു എഴുത്തിൻ്റെ പ്രാക്ടിക്കൽ രീതിയിലേക്ക് പോകുന്നത് വിപിൻ്റെ അടുത്താണ്. ഒരു പോയിന്റ് കഴിഞ്ഞപ്പോൾ ഇത് ഞാനുമായിട്ട് വളരെ പേഴ്സണലി കണക്റ്റഡ് ആയതുകൊണ്ട് 1983 ഞാനും എൻ്റെ മോനും കൂടെ 10 വയസ്സുള്ള എൻ്റെ മോനും ഞാൻ അവന് ക്രിക്കറ്റ് ബോൾ എറിഞ്ഞു കൊടുക്കുന്നതുമായിട്ടുള്ള, അതെന്തുകൊണ്ടാണ് അവൻ ക്രിക്കറ്റ് കളിക്കുമ്പോൾ എനിക്ക് ഇമോഷൻസ് വരുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കഥയാണ്. ഇതിൻ്റെ സീൻ ടു സീൻ ഞാൻ വിപിനോട് കഥ പറയുമ്പോൾ ഞാൻ സീൻ ടു സീനാണ് വിപിനോട് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഞങ്ങൾ സ്ക്രിപ്റ്റ് തുടങ്ങുകയും, പക്ഷേ സ്ക്രിപ്റ്റ് പൂർത്തിയാവുന്നതിന് മുമ്പ് തന്നെ അസോസിയേറ്റ് വരികയും, പിന്നീട് ഞാൻ തിരക്കിട്ട് സ്ക്രിപ്റ്റ് തീർക്കുകയും, ക്ലൈമാക്സ് ഒന്നും എഴുതാതെ തന്നെ, ക്ലൈമാക്സ് എനിക്കറിയാം, ഫൈനൽ ഷോട്ട് വരെ എൻ്റെ മനസ്സിലുണ്ട്. ഫൈനൽ ഷോട്ട് പേപ്പറിലൊക്കെ എഴുതിയില്ലെന്നേ ഉള്ളൂ. അങ്ങനെ ആ സിനിമ തുടങ്ങി. എനിക്ക് തോന്നുന്നത് പിന്നീട് അതിനുശേഷവും ആ തിരക്കഥയിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തുകയും പൊളിക്കലുകളും ആഡ് ഓൺസും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. 1983 സിനിമ ആക്ഷൻ ഹീറോ ബിജു തുടങ്ങുന്നത് ഞങ്ങൾ ഒരു കഥ പോലും മുന്നിലില്ലാതെയാണ് ആ കഥ അനൗൺസ് ചെയ്യുന്നത്. ശരിക്കും മനസ്സിലൊരു കഥ തന്നെ ഇല്ല. ആകെപ്പാടെ ഉള്ളത് നിവിൻ്റെ ആദ്യത്തെ പോലീസ് സിനിമ, അത് മാത്രമേ ഉള്ളൂ. അപ്പം നിവിൻ പറഞ്ഞു, ചേട്ടാ നിങ്ങൾ എന്നെ വയസ്സനാണ്. നിവിൻ അതിൻ്റെ തട്ടത്തിന് പറയത്ത് കഴിഞ്ഞിട്ട് നിൽക്കുന്ന സമയത്താണ് ഞാനിങ്ങനെ 40 വയസ്സുകാരനായിട്ട് നിൽക്കുന്നു, നരപ്പിച്ചിങ്ങനെ കൂടി നടക്കുന്ന ഒരു മനുഷ്യനായിട്ട് സംസാരിക്കുന്നു. നിങ്ങൾ എന്നെ വയസ്സനാക്കി, നിങ്ങൾ എന്നെ ചെറുപ്പക്കാരനായിട്ടൊരു പടം എടുക്കണം, അടിപൊളി പടം എന്ന് പറയുകയാണ്. അപ്പോൾ ഷൈൻചേട്ടനിൽ അടുത്ത കഥയുണ്ടോ, അല്ലെങ്കിൽ നിവിന് എൻ്റെ കയ്യിൽ ഇങ്ങനെ ഒരു കഥയുണ്ടോ എന്നല്ല ഞാൻ പറഞ്ഞത്. നിവിൻ എന്നോട് പറയാണ്, ഷൈൻചേട്ടൻ ഒരു അടിപൊളി പടം എടുക്കണം, ഒരു പോലീസ് പടം എടുക്കണം. ഒരു ആക്ടർ അയാളുടെ കരിയറിൽ ഒരുപാട് പോലീസ് പടങ്ങൾ ചെയ്യും, പക്ഷേ എൻ്റെ കരിയറിൽ ഞാൻ ചെയ്യാൻ പോകുന്ന ആദ്യത്തെ പോലീസ് പടം നിങ്ങൾ ചെയ്യണമെന്ന് നിവിൻ പറയുന്നത് എൻ്റെ ആദ്യത്തെ സിനിമ റിലീസാവുന്നതിന് മുൻപാണ്. അപ്പോൾ ഞാൻ നിവിന് വേണ്ടിയിട്ടാണ് ആ സിനിമ ചെയ്യാൻ തീരുമാനിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് പടം പോലീസാണ് നിവിനെ വെച്ചിട്ട്. ഒരു കഥയില്ല. പ്രേമം സിനിമ ഷൂട്ട് ചെയ്യുന്ന സമയത്താണ് ഞാൻ ഒരു ദിവസം ഫോണിൽ കൂടെ വിളിച്ചു പറഞ്ഞു, നിവിൻ നമ്മുടെ സിനിമയുടെ പേര് ആക്ഷൻ ഹീറോ ബിജു എന്നാണ്. നിവിൻ പൊട്ടിച്ചിരിച്ചു അതേടെ പേര് കേട്ടിട്ട്. ആക്ഷൻ ഹീറോ ബിജു എന്ന് കേട്ടപ്പോൾ പ്രജീത്ത് കൊള്ളാം, ഇത് വെച്ചോളാൻ പറഞ്ഞു. പേരെടുന്ന് കിട്ടിയപ്പോൾ പേര് എനിക്ക് തോന്നി ഒരു ആക്ഷൻ ഹീറോ ആയിരിക്കണം. പിന്നെ ഞാൻ ഭയങ്കര വലിയ പേര് ഇടണ്ട, വളരെ കോമൺ ആയിട്ടുള്ള എല്ലാവർക്കും ഉള്ള ഒരു പേര്, വെയിറ്റ് ഒന്നും ഇല്ലാത്തൊരു പേരിട്ടേക്കാം, ഒന്ന് ബിജു എന്നൊരു പേരിട്ടു. അപ്പം പക്ഷെ അയാളാണ് ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരാളാണ്, അയാളാണ് ആക്ഷൻ ഹീറോ എന്ന് പറഞ്ഞൊരു പേരിട്ടു.
പേരിട്ട് കഴിഞ്ഞിട്ടാണ് പിന്നെ കഥ ആലോചിക്കുന്നത്. പേരിട്ട് ഞങ്ങൾ അനൗൺസ് ചെയ്തു, ഞങ്ങളുടെ നെക്സ്റ്റ് പടം ആക്ഷൻ റിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അനൗൺസ് ചെയ്ത ശേഷമാണ് പിന്നെ കഥ തപ്പുന്നത്. അങ്ങനെ ഞാൻ ഇരുന്ന് ഈ പേരുമായിട്ട് ബന്ധപ്പെട്ടൊരു കഥ ഉണ്ടാക്കി വന്നപ്പോൾ എനിക്ക് ഹാപ്പിയല്ല. കൂടെ ഇരിക്കുന്നവർ ഹാപ്പിയാണ്. അന്ന് ജോജുവിനോടെല്ലാം ഞാൻ ഓരോ സീൻ പറയുമ്പോൾ ജോജു രസമുണ്ടെന്നൊക്കെ പറയും. പക്ഷെ ഒരു പകുതിയായപ്പോൾ എനിക്ക് തോന്നി ഇതിനെക്കുറിച്ച് പോലീസിനെ കുറിച്ച് എനിക്ക് വലിയ പിടിയില്ല. ഞാൻ പോലീസ് സ്റ്റേഷനിൽ എനിക്കൊരു കേസില്ല, പോലീസ് സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പോലീസ് സ്റ്റേഷനിൽ കയറിയിട്ടില്ല, പോലീസിൻ്റെ ഇടപാടുകൾ എനിക്ക് അറിഞ്ഞുകൂടാ, ഞാൻ എൻ്റെ ഇമാജിനേഷനിൽ എന്തൊക്കെ എഴുതി വയ്ക്കുക. അപ്പോൾ ഒരു സിനിമ ചെയ്യുമ്പോൾ ആ സിനിമ സെറ്റിലുള്ള ആക്ടറായാലും ശരി എല്ലാവരും ചോദിക്കുമ്പോൾ ഇത് ശരിയാണോ, ഇത് തെറ്റാണോ എന്ന് ചോദിക്കുമ്പോൾ നമ്മളൊരു യെസ് ഓർ നോ പറയണം. ഓക്കെ, ആ യെസ് ഓർ നോ പറയാനായിട്ട് എനിക്ക് ഒരു അറിവ് വേണം. ഒരു വിഷയത്തെക്കുറിച്ച് ചോദിക്കുകയാണ്, അങ്ങനെയാണ് പോലീസ് സ്റ്റേഷനിൽ പോകാൻ തീരുമാനിച്ചത്. അപ്പോൾ എനിക്ക് അറിവില്ല എന്ന് എനിക്ക് മനസ്സിലായി. 1983 കാര്യത്തിൽ എനിക്ക് അറിവിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നില്ല, കാരണം അത് ഞാൻ തന്നെയാണ്, എൻ്റെ എക്സ്പീരിയൻസ് തന്നെയാണ്. പോലീസ് പഠനത്തിലേക്ക് വന്നപ്പോൾ എനിക്ക് അറിവില്ല എന്ന് മനസ്സിലായി. അങ്ങനെ ഞാൻ പിന്നെ ഇത് പഠിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഒരു വർഷം പഠനം നടത്തിയ ശേഷമാണ് ആ സിനിമ ചെയ്തത്. പൂമരത്തിൻ്റെ കലോത്സവ ഓർമ്മകളായിരുന്നു. എൻ്റെ പേഴ്സണൽ കലോത്സവ ഓർമ്മകളുണ്ടായിരുന്നു. പിന്നെ ഞാൻ കലോത്സവത്തിൽ പോയിട്ടുമുണ്ട്. കുങ്ഫു മാസ്റ്റർ ഞാൻ കണ്ട പഴയ ജാക്കി ചാൻ പടങ്ങളുടെ അല്ലെങ്കിൽ പഴയ ഇടിപ്പടങ്ങളുടെ ഓർമ്മയിൽ ഞാൻ ചെയ്തതാണ്. അതിനകത്ത് ഫൈറ്റ് കൺവിൻസ് ആകണമെന്ന് മാത്രമേ ഞാൻ വിചാരിച്ചുള്ളൂ. അങ്ങനത്തെ ഒരു ആക്ഷൻ പടം, ഒരു ഹാൻഡ് ടു ഹാൻഡ്. ഒരു മനുഷ്യനെ കണ്ടിട്ടുണ്ടെന്ന് ഞാൻ കേട്ടു, ഒരാളെ കുങ്ഫു മാസ്റ്ററിന്റെ ഇൻസ്പിറേഷനായിട്ട്. അല്ലല്ല, അതിൻ്റെ ഞാൻ ആ സിനിമ ചെയ്യാൻ തീരുമാനിച്ചിരുന്ന ശേഷം അങ്ങനെ ഒരു അടിപ്പടം ചെയ്യാൻ ഞാൻ തീരുമാനിച്ചിരുന്നു. അപ്പോഴാണ് ഞാനൊരു മനുഷ്യനെ കാണുകയും പുള്ളി വിങ് ചുൻ എന്ന് പറയുന്ന ഒരു മാർഷൽ ആർട്സ് ഫോമാണ് പഠിച്ചതെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ സിനിമ ചെയ്യാൻ തീരുമാനിക്കുകയും ചെയ്തു, അല്ലെങ്കിൽ അടിപ്പടം ചെയ്യാൻ ഞാൻ തീരുമാനിച്ചിരുന്നതാണ്. ഇദ്ദേഹത്തെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഒരു കുങ്ഫു ബേസിലൊരു പടം ചെയ്തത്. കുങ്ഫു വിങ് ചുൻ എന്ന് പറഞ്ഞ് ബേസ് ചെയ്തൊരു പടം ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ തന്നെ പിന്നീട് നമ്മൾ ആലോചിക്കുന്നത് ബെസ്റ്റ് അടിപ്പടം എങ്ങനെ ചെയ്യാന്നുള്ളതാണ് ആലോചിക്കുന്നത്. അപ്പോൾ ആക്ഷൻ മാത്രമാണ്. ഈ ആക്ഷൻ ചെയ്യാൻ തീരുമാനിക്കുമ്പോൾ അതിന് ആക്ഷൻ കൊറിയോഗ്രാഫർ വേണം, അതിൻ്റെ ആക്ഷൻ ഡയറക്ടർ വേണം. അപ്പോൾ നമുക്ക് അഫോർഡബിൾ അല്ല, പുതിയ ആളുകൾ വെച്ചിട്ട് ചെയ്യാൻ അഫോർഡബിൾ അല്ല. പിന്നെ ഞാനിതിൻ്റെ പുറകെ നടന്ന അതിൻ്റെ ഒരു ആക്ഷൻ ഡയറക്ഷൻ പാർട്ട് മുഴുവൻ ഞാനാണ് ചെയ്തത്. അതിൻ്റെ കൊറിയോഗ്രാഫി നമ്മുടെ കൂടെയുള്ള ഇതേപോലെ മാസ്റ്റേഴ്സിനെ കൊണ്ട് തന്നെ അതിൻ്റെ കൊറിയോഗ്രാഫി പ്ലാൻ പലതരത്തിലുള്ള ഈ മാർഷൽ ആർട്സ് ഫോം വെച്ച് അവർ ഡിസ്കസ് ചെയ്തുണ്ടാക്കുകയും അതിൻ്റെ ആക്ഷൻ പ്ലാനുകളാണ് ഉണ്ടാക്കി. ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കിയപ്പോൾ അതിനൊരു വിഷ്വൽ പ്ലാൻ വേണം. വിഷ്വൽ പ്ലാൻ എങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആക്കാം, അതെങ്ങനെ, അപ്പോൾ അതിന് നല്ല ലൊക്കേഷൻ വേണം. അങ്ങനെ കഥ റിവേഴ്സാണോ അതിൻ്റെ പ്രോസസ്സ് എല്ലാം. കുങ്ഫു മാസ്റ്റർ ഞാൻ ആക്ഷന് വേണ്ടിയിട്ട് ആ ലൊക്കേഷന് വേണ്ടിയിട്ട് കഥ ഒരു സ്ഥലത്തേക്ക് പ്ലേസ് ചെയ്യുന്നു, അവിടെ കഥ ഉണ്ടാക്കുന്നു. അത് കഥ ഉണ്ടായ ശേഷം അതിനകത്തെ ഒരു അടിപ്പടം പ്ലേസ് ചെയ്യല ചെയ്തത്. അടി പ്ലാൻ ചെയ്ത ശേഷം, ലൊക്കേഷൻ പ്ലാൻ ചെയ്ത ശേഷം, അതിൻ്റെ വിഷ്വൽ പ്ലാൻ ചെയ്ത ശേഷം അതിലേക്കൊരു കഥ ഉണ്ടാക്കുകയാണ് ചെയ്തത്. അപ്പോൾ അതിന് തിരക്കഥ ഉണ്ടായിരുന്നില്ല. ഒരു വരി പോലും കുങ്ഫു മാസ്റ്റർ ഒരു വരി പോലും തിരക്കഥ ഉണ്ടായിരുന്നില്ല. പൂമരത്തിന് ഒരു വരി പോലും തിരക്കഥ ഉണ്ടായിരുന്നില്ല. തിരക്കഥ എന്ന് വെച്ചാൽ തിരക്കഥയുണ്ട് പൂർണ്ണമായിട്ട്. ഇത് പേപ്പറിൽ കൃത്യമായിട്ട് ഞാൻ എഴുതിയിട്ടല്ല അത് ചെയ്തത്. കൃത്യമായി പേപ്പറിൽ എഴുതിയിട്ട് ചെയ്ത പടം മഹാവീരായിരുന്നു. അങ്ങനെയാണോ? സ്പായും അങ്ങനെയല്ല, പൂർണ്ണമായിട്ട് തിരക്കഥ എഴുതിയിട്ട് ചെയ്ത സിനിമയല്ല. പക്ഷേ ഈ സ്പാ ഒരു ഇവോൾവ് ചെയ്ത് സ്പാ എന്താണ് സിനിമ എന്നുള്ളത് എന്നെ മനസ്സിലാവുകയും ഇത് ഞാൻ പലരോടും ഈ കഥയുടെ ഓരോ സീക്വൻസ്, ഓരോ സീൻ വൈസ് ഞാൻ പറയുകയും അത് അഭിനയിച്ച് കാണിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അപ്പോൾ എല്ലാ സീക്വൻസുകളും, എല്ലാ സീനുകളും എൻ്റെ കയ്യിലുണ്ടായിരുന്നു. പക്ഷേ ഞാൻ പൂർണ്ണമായിട്ട് എഴുതിയിരുന്നില്ല. കൂടുതൽ പടങ്ങൾ നിവിൻ്റെ കൂടെയാണ്. നിവിനും ഡയറക്ടർ അബ്ദുൾ ഷൈനും തമ്മിലുള്ള റാപ്പ് വെച്ചാൽ എന്ത് പറയും? അല്ല, ഞാൻ ആദ്യത്തെ സിനിമ എനിക്ക് എല്ലാ ഫിലിം ആക്ടേഴ്സുമായിട്ടും പരിചയമുണ്ടായിരുന്നു. ഞാൻ ഇതുപോലെ ഇതിലൂടെ നടന്നു പോയപ്പോൾ ഞാൻ പെട്ടെന്ന് ജോലി ചെയ്ത സ്ഥാപനത്തെക്കുറിച്ചാണ് ഓർത്തത്. ഈ പ്രിന്റിംഗ് പ്രസ്സും ഇതിൻ്റെ ഒരു മണവും ഇവിടുത്തെ എന്താ പറയുന്നത് ഈ ആംബിയൻസ്. അപ്പോൾ ഈ ഒരു സ്ഥലത്തേക്ക് വന്നു കഴിയുമ്പോൾ ഞാൻ ജോലി ചെയ്ത മാധ്യമങ്ങളെ ഞാൻ മംഗളത്ത് ജോലി ചെയ്തിരുന്നു, മനോരമയിൽ ജോലി ചെയ്തിരുന്നു. ഈ സ്ഥലങ്ങളിലെല്ലാം ഞാൻ ഈ ലൈഫ് സ്റ്റൈൽ മാഗസീനിൽ ജോലി ചെയ്തുകൊണ്ട് പത്രത്തിൽ ജോലി ചെയ്തപ്പോഴും പത്രത്തിൽ ജോലി ചെയ്യുമ്പോൾ നമ്മൾ നിരന്തരം പ്രസ് മീറ്റിൽ നമ്മൾ കാണും. ഞാൻ ഡെസ്കിലുണ്ടായിരുന്നു, ന്യൂസ് ഫോട്ടോഗ്രാഫറായിരുന്നു. അപ്പോൾ അവർ കാണും, ഇതുമായിട്ട് ബന്ധപ്പെടും. അതിനുശേഷം ലൈഫ് സ്റ്റൈൽ മാഗസീനിലേക്ക് വരുമ്പോൾ എന്താണ് ലൈഫ് സ്റ്റൈൽ മാഗസീനിൽ, പ്രിന്റിംഗ് മാഗസീനിൽ കന്യകയിലുണ്ടായിരുന്നു, വനിതയിലുണ്ടായിരുന്നു. അപ്പോൾ സെലിബ്രിറ്റീസിന് ഇൻ്റർവ്യൂ എടുക്കുക, അവർ കവർ പേജ് എടുക്കുക. അപ്പോൾ ചിലപ്പോൾ നമ്മൾ സെറ്റിലായിരിക്കും പോകുന്നത്, അല്ലെങ്കിൽ അവർ പേഴ്സണലി കാണുമായിരിക്കും. അപ്പോൾ നിരന്തരം നമ്മൾ സിനിമയുമായി ബന്ധപ്പെടേണ്ടി വരുന്നു. നമ്മൾ സിനിമയുടെ ആളുകളുമായിട്ട് സംസാരിക്കുന്നു, സിനിമ സെറ്റുകളിൽ പോകുന്നു നമ്മൾ. പിന്നെ ഞാൻ ബേസിക്കലി ഫോട്ടോഗ്രാഫറാണ്. അപ്പോൾ ഒരു വിഷ്വൽ പകർത്തുക, വിഷ്വലിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ജോലി തന്നെ.
അപ്പോൾ ആ തരത്തിൽ എല്ലാ സെലിബ്രിറ്റീസിനെയും എനിക്ക് ലാലേട്ടനായാലും മമ്മൂട്ടി സാറാണെങ്കിലും വിവര എല്ലാവരോടും എനിക്ക് പരിചയമുണ്ട്. എന്നുവെച്ചാൽ നമ്മൾ അറ്റ്ലീസ്റ്റ് നമ്മൾ പോയി കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും എൻ്റെ ഫോട്ടോ എടുത്തതല്ലേ എന്ന് ചോദിക്കുന്ന മീഡിയ പേഴ്സൺ എല്ലാവരും അറിയാം. മീഡിയ പേഴ്സൺ എന്നുള്ള രീതിയിലൊരു ഫോട്ടോഗ്രാഫർ എന്നുള്ള രീതിയിൽ ഒരിക്കലെങ്കിലും അവരുടെ ഫോട്ടോ കവർ പേജോ ഇൻ്റർവ്യൂയോ കൊടുത്ത രീതിയിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന സ്ഥലത്ത് ഫോട്ടോഗ്രാഫർ ആണെന്ന് അവർക്ക് അറിയാവുന്ന ഒരു പരിചയം എല്ലാവരുമായിട്ടും ഉണ്ടായിരുന്നു. ഈ പർട്ടിക്കുലർ കഥ നിവിനെയും അങ്ങനെ എനിക്ക് പരിചയം ഉണ്ടായിരുന്നു. വനിതയുടെ ഫോട്ടോഗ്രാഫർ എന്നുള്ള രീതിയിലാണ് നിവിനെ എനിക്ക് പരിചയം. പക്ഷേ സിനിമ വന്നപ്പോൾ ഈ പർട്ടിക്കുലർ സിനിമ നിവിനായിരിക്കും ആപ്റ്റ് ആവുക എന്നാണ് എനിക്ക് തോന്നിയത്. കാരണം ഈ പ്രായം തൊട്ട് ഈ പ്രായം വരെ പോകണം. നിവിൻ ക്രിക്കറ്റ് കളിച്ചാൽ സെലിബ്രിറ്റി ക്രിക്കറ്റ് ലീഗിൽ ക്രിക്കറ്റ് കളിച്ച് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ കഥാപാത്രം നിവിനായിരിക്കും ആപ്റ്റ് ആവുക എന്ന് ഈ സിനിമയുടെ കഥാരൂപം വന്നപ്പോൾ തന്നെ എനിക്ക് തോന്നിയ നിവിനോട് പറയുകയും നിവിനത് കമ്മിറ്റ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ ആദ്യത്തെ സിനിമ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരു സിനിമ പോലും ചെയ്യാത്ത ഞാൻ ലാൽജോ സാറിനോട് അസിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ സിനിമയിൽ വലിയ ഇത്തരത്തിലുള്ള ഒരു അസിസ്റ്റൻ്റായിട്ടോ അസോസിയേറ്റായിട്ടോ വലിയ പരിചയമില്ലാത്ത ഒരാൾ സിനിമയിലേക്ക് വരുമ്പോൾ എന്നെ വിശ്വസിക്കുന്ന ഒരു നടൻ, എന്നെ വിശ്വസിച്ച ഒരു നടൻ. അപ്പോൾ സ്വാഭാവികമായിട്ട് ഞങ്ങൾ തമ്മിലൊരു അടുപ്പമുണ്ടാവും. ആ ഫിലിം മേക്കിംഗ് പ്രോസസ്സ് നടക്കുന്ന സമയത്ത് ഞങ്ങൾ തമ്മിൽ വീണ്ടും നല്ല അടുപ്പമുണ്ടായി. അതിനുശേഷം ഞങ്ങൾ അടുത്ത പടം ചെയ്തു. പിന്നെ ഞങ്ങൾ രണ്ടുപേരും കുറച്ചു കാലം പടം ചെയ്യാതെ ഞാൻ വേറെ പടങ്ങൾ ചെയ്യാൻ വേണ്ടി ഞാൻ പൂമര ചെയ്യാൻ വേണ്ടി പോയി, അല്ലെങ്കിൽ കുങ്ഫു മാസ്റ്റർ. ഈ സമയത്തെല്ലാം ഞാൻ ഇവനോട് നമുക്ക് എപ്പോഴും അടുത്ത പടം ചെയ്യേണ്ടതെന്ന് ആലോചിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ വീണ്ടും അടുത്ത പടത്തിലേക്ക് വന്നു. ആക്ഷൻ റിബിജു 2 തുടങ്ങാനിരുന്ന സമയത്താണ് കോവിഡ് വന്നത്. അപ്പോൾ അതൊരു വലിയ ക്യാൻവാസിലുള്ള പടമായതുകൊണ്ട് നമ്മൾ ആ പടം തൽക്കാലം മാറ്റി വെച്ചൊരു കോടതിക്കുള്ളിലുള്ളൊരു സിനിമ ചെയ്യാം, ലിമിറ്റഡ് ആൾക്കാരെ വെച്ചിട്ട് പടം ചെയ്യാവുന്ന രീതിയിലാണ് മഹാവീരറിലേക്ക് പോയത്. അപ്പോഴും എല്ലാം ബിജു ആണ് മെയിൻ ഡിസ്കഷനിൽ വന്നിട്ടിരുന്നത്. അതിനുശേഷം വീണ്ടും മഹാവീരർ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വീണ്ടും ബിജു 2 അടുത്തത് ചെയ്യാമെന്ന് പറഞ്ഞു. നിവിനും ചില പടങ്ങൾ തീർക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഈ നിരന്തരമായിട്ടൊരു സിനിമ ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ ആദ്യം തൊട്ട് സിനിമ നിരന്തരമായിട്ട് ചെയ്തുകൊണ്ടിരുമ്പോൾ ആ നടനുമായിട്ട് നമുക്കൊരു റാപ്പ് വരും, നമ്മൾ സംസാരിക്കും. അത്തരത്തിൽ സംസാരിക്കുന്ന രണ്ടുപേരെ ആയതുകൊണ്ടാണ് ഞങ്ങൾ തമ്മിൽ വീണ്ടും സിനിമകൾ ചെയ്തുകൊണ്ടിരുന്നത്. ആക്ഷൻ ബിജു 2 ഇറക്കണം എന്ന് എത്രത്തോളം ആഗ്രഹിക്കുന്നുണ്ട് ആസ് എ മേക്കർ? ആക്ഷൻ ബിജു 2 ഒന്നാമത്തെ കാര്യം എൻ്റെ സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ആയതാണ്. എൻ്റെ കംപ്ലീറ്റ് അതിൻ്റെ സ്ക്രിപ്റ്റ് ഇതിന് മുൻപത്തെ സ്ക്രിപ്റ്റ് പോലെയല്ല. ആക്ഷൻ ബിജുവിൻ്റെ സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ആക്കി അത് ബൈൻഡ് ചെയ്ത് ഏതാണെന്ന് പറഞ്ഞിട്ട് ഞാൻ നിവിൻ്റെ വിത്ത് ഡയലോഗ്സ് പൂർത്തിയാക്കി ഞാൻ നിവിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് നിവിൻ്റെ കയ്യിൽ ഇരിപ്പുണ്ടായി സ്ക്രിപ്റ്റ്. അങ്ങനെ ചെയ്യാറില്ല. പക്ഷേ ബിജു 2 വേണ്ടി ഞാൻ ചെയ്തു. ബിജു 2 അത് പൂർണ്ണമായിട്ട് ഞാൻ സ്ക്രിപ്റ്റാക്കി നിവിൻ്റെ കയ്യിൽ വിത്ത് ഡയലോഗ്സ് കൊടുത്ത് ഇനി അത് ഷൂട്ട് തുടങ്ങിയാൽ മതി എന്നുള്ള മട്ടിൽ ഞാനത് നിവിൻ്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ട്. കുറേ കാലങ്ങളായിട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷെ അത് ചില ഇൻറ്റേർണലായിട്ടുള്ള ചില തർക്കങ്ങളും അത് നമുക്ക് വളരെ ഇൻറ്റേർണലാണ്, വളരെ പേഴ്സണൽ, വളരെ സ്നേഹമുള്ള, വളരെ പരിചയമുള്ള, അടുപ്പമുള്ള മനുഷ്യന്മാർ തമ്മിലുള്ള ഇൻറ്റേർണൽ ഒരു തർക്കവും ഇഷ്യൂ ആണ്. ആ ഇഷ്യൂ മുറിപ്പെടുത്തിയിട്ടുണ്ടാവാം. അതൊക്കെ കൊണ്ടാണ് ആ സിനിമ പിന്നെ ഒന്ന് നിന്നുപോയത്. തുടങ്ങൂലേ റീസ്റ്റാർട്ട് ചെയ്യുന്നത്? ഞാൻ അതിനെക്കുറിച്ച് ഒന്നും പറയാൻ ആളല്ല. എപ്പോൾ വേണമെങ്കിലും ആ സിനിമ തുടങ്ങാനായിട്ട് എനിക്ക് ആരാ വിചാരിക്കണ്ടേ റീസ്റ്റാർട്ട് ആവണമെങ്കിൽ? അത് ഞാൻ പറഞ്ഞു, വളരെ ഇൻറ്റേർണലാണ് ആ മാറ്റർ. എനിക്കൊരു അത് ആ സിനിമ തുടങ്ങിയാലും ഒരു കാലത്തും ആ മാറ്ററിനെ കുറിച്ച് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അത് വിവാദമായപ്പോൾ എന്നെ എല്ലാ മാധ്യമങ്ങളിൽ നിന്നും വിളിച്ചിരുന്നു. പക്ഷെ ഞാൻ ഒരു സ്ഥലത്തും ഒന്നും പറഞ്ഞില്ല. എങ്ങനെയാണോ വിചാരിക്കുന്നത് ആളുകൾ അങ്ങനെ വിചാരിച്ചോട്ടെ, അതെൻ്റെ കുഴപ്പം കൊണ്ടാണെന്ന് വിചാരിക്കുന്നെങ്കിൽ വിചാരിച്ചോട്ടെ. എനിക്ക് ആരെയും കുറ്റപ്പെടുത്താനില്ല, ഒന്നും സംസാരിക്കാനില്ല. ദൗർഭാഗ്യകരം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കാരണം അത്രയും ഹിറ്റായ ഒരു പടത്തിന്റെ സീക്വൽ വരുമ്പോൾ അത്ര എക്സ്പെക്ടേഷൻസ് ഉണ്ട്. അതേപോലെ തന്നെ സ്റ്റേഷനിൽ അന്ന് കിട്ടിയ എക്സ്പീരിയൻസ് വെച്ചിട്ട് തന്നെയാണ് 2 വരുന്നത്. അല്ല, ഞാൻ ബിജു കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ ബിജു 1 കഴിച്ചപ്പോൾ ഞാൻ അതിനെ കുറിച്ച് എനിക്കറിയാമല്ലോ, എനിക്കിത് പിന്നീട് മനസ്സിലായത്, എനിക്കത് എന്താണെന്ന് എനിക്കറിയാം. പിന്നീട് നടക്കുന്ന പരിപാടികൾ പിന്നീട് അതിനകത്ത് ഇമാജിനേഷനും ഫിക്ഷനും റിയലിസവും എല്ലാം കൂടെ ചേർന്നിട്ടുള്ള സാധനം തന്നെയാണ് പിന്നെ ഉണ്ടാക്കിയത്. ഒരു കൊമേഴ്ഷ്യൽ സിനിമ എന്നുള്ള രീതിയിൽ തന്നെയാണ്. പക്ഷേ അടിമുടി നിവിന് അഴിഞ്ഞാടാൻ, ഇളകിയാടാൻ സാധ്യതയുള്ള ഒരു സ്ക്രിപ്റ്റാണത്. ഇപ്പം T20 വേൾഡ് കപ്പിന്റെ കാലമാണ്. അപ്പം എബ്രിഡ്ഷൈൻ എന്ന പഴയ ക്രിക്കറ്റ് കളിച്ച് നടന്നിരുന്ന ക്രിക്കറ്ററുടെ കഥ പറഞ്ഞുതരാം എനിക്ക്. രമേശൻ തന്നെയാണ് ആയിരുന്നോ? ഞാൻ നോർത്ത് ഇന്ത്യയിലാണ് ജനിച്ചത്. ഞാൻ ഹിമാലയത്തിൻ്റെ താഴ്വരകളിൽ, ആ കാലത്ത് ബദ്രീനാഥിനടുത്ത് ഒരു ഗ്രാമത്തിലാണ് ജനിച്ചത്. എൻ്റെ അമ്മ അവിടെ നേഴ്സായിരുന്നു, അച്ഛനും അവിടെയായിരുന്നു. പിന്നീട് ഞാൻ കുങ്ഫു മാസ്റ്റർ സമയത്തല്ല ഈ സ്ഥലങ്ങളിലെല്ലാം പോയി.
അപ്പോൾ അവിടുന്ന് ഞാൻ നാട്ടിലേക്ക് വന്നു കഴിയുമ്പോൾ അവിടുന്ന് ഒരു 7 വയസ്സൊക്കെ ആയപ്പോൾ ഞാൻ നാട്ടിലേക്ക് വന്നു. നാട്ടിലേക്ക് വന്നൊരു 10 വയസ്സിനുള്ളിൽ എനിക്ക് തോന്നുന്നത് നാട്ടിൻപുറത്ത് പിള്ളേർ എല്ലാവരും കൂടി കളിക്കുന്നത് കണ്ട്. ഇത് എന്ത് കളിയാണെന്ന് എനിക്ക് മനസ്സിലായില്ല. മടൽ വെട്ടി ബോൾ എറിയുന്നുണ്ട്. ടെന്നീസ് സോഫ്റ്റ് ബോളിലാണ് നമ്മൾ. റബ്ബർ ബോളിൽ എറിയുന്നു. എറിയുന്നു. മടൽ ബാറ്റില്ല, അവരെറിയുന്നു, ബോൾ അടിക്കുന്നു. ചെറിയ തോടുകളിൽ പോകുന്നു, കുളത്തിൽ പോകുന്നു, ഇത് പെറുക്കിയെടുക്കുന്നു, വീണ്ടും എറിയുന്നു. ഇവിടെ വന്നപ്പോഴാണ് ക്രിക്കറ്റ് കാണുന്നത്. ഇവിടെ വന്നപ്പോൾ ഇവിടെ വന്നൊരു 10 വയസ്സുകളിലൊക്കെ ആയിരിക്കും എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഈ എറിയുന്ന ബോളിൽ ഈ കയ്യിലിരിക്കുന്ന വടി കൊണ്ട് അടിക്കുകയാണ് ഇതിൻ്റെ പരിപാടി എന്ന് എനിക്ക് മനസ്സിലായി. അടിച്ച് അതിർത്തി കടത്തുക എന്നുള്ളത് മനസ്സിലായി. അപ്പോൾ ഈ നമ്മുടെ റിഫ്ലക്സ് വരുമല്ലോ, നമ്മൾ ഈ കമ്പ് പിടിച്ചിങ്ങനെ നിൽക്കുമ്പോൾ അത് എങ്ങനെയാണ് ബാറ്റിങ്, ഇതിൻ്റെ സ്റ്റാൻസ് എങ്ങനെയാണെന്നോ അല്ലെങ്കിൽ എങ്ങനെയാണ് ആക്ച്വലി ബാറ്റ് പിടിക്കേണ്ടതെന്നോ ഒന്നും ആൾക്കാർക്ക് അറിഞ്ഞൂടെ. ഏതൊരു ഊഹത്തിനൊക്കെ പിടിക്കുക. എന്നിട്ട് പിടിച്ചിട്ട് നമ്മുടെ നേരെ ഒരു പന്ത് വരുന്നു, നമ്മുടെ റിഫ്ലക്സ് വെച്ചിട്ട് നമ്മൾ വീശി ഇതിൽ കൊള്ളിക്കുക. കണക്റ്റ് ആകുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം, അതപ്പം ഒരു കിക്ക് കിട്ടുമല്ലോ. ഇത് കണക്റ്റായി, ഈ ബാറ്റ് എടുത്തിട്ട് ഈ കണക്റ്റിംഗ് എന്ന് പറയുന്നത് നമ്മുടെ റിഫ്ലക്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ ആ കളി എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നീട് ഇത് എനിക്കൊരു 4ാം ക്ലാസ്സിൽ 5ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ പിന്നെ ഇത് തന്നെയായി പരിപാടി. രാവിലെ വരിക, ഈ ശനി ഞായറാഴ്ച ആണെങ്കിൽ രാവിലെ വന്നു കഴിഞ്ഞാൽ ഞാൻ ആ സിനിമയിൽ പറയുന്ന പോലെ ഞാൻ ഈ ഡ്യൂ ഡ്രോപ്പ് കാണുന്നത് ക്രിക്കറ്റ് ഗ്രൗണ്ടിലാണെന്ന് ഞാൻ ആ സിനിമയിൽ പറയുന്നുണ്ട്. ആക്ച്വലി ഞാൻ ഡ്യൂ ഡ്രോപ്പ് കാണുന്നത് മഞ്ഞിൻ്റെ തുള്ളി നമ്മളിങ്ങനെ നേരം പുലരുന്നതിന് മുമ്പാണ് എടുക്കുന്നത്. അപ്പം ഇങ്ങനെ സൈഡിലായിട്ട് ഇങ്ങനെ വരുമ്പോൾ സൈഡിലായിട്ട് ഈ പുല്ല് തട്ടിയിട്ട് വരുമ്പോൾ നമ്മൾ ഈ പറമ്പിലേക്ക് വീഴുമ്പോൾ നമുക്ക് കാണാം ഈ ഡ്യൂ ഡ്രോപ്പ്. ഇതിൻ്റെ ഈ ഇലയുടെ തുമ്പത്ത് മഞ്ഞുതുള്ളി ഇരുന്നിട്ട് അതിങ്ങനെ തിളങ്ങുന്നത് നമ്മൾ കാണുന്നത് അത്രയും പുലർച്ചെ പോയിട്ടാണ്. അപ്പോൾ അങ്ങനെ ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ ക്രിക്കറ്റ്. പിന്നെ ആ സമയത്ത് ഞങ്ങളുടെ നാട്ടിലൊരു വീട്ടിൽ മാത്രമേ TV ഉണ്ടായിരുന്നുള്ളൂ. നമുക്ക് ദൂരദർശൻ കാണുന്നു, ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ. അപ്പം നമ്മൾ കളിക്കുന്ന ഈ കളിയുടെ വേറൊരു വർഷം നമ്മൾ വേണം പാഡും ഹെൽമെറ്റൊക്കെ വെച്ചിട്ട് ആൾക്കാർ കളിക്കുന്നു, ഈ ബാറ്റ് അടിച്ചു കൊള്ളിക്കുന്നു. അപ്പം നമ്മളിതിൻ്റെ ഒരു പ്രൊഫഷണൽ സാധനം. ഒരു 85 ഞാൻ ആദ്യമായിട്ട് ദൂരദർശനിൽ കളി കാണുന്നത്. 83 വേൾഡ് കപ്പ് ഞാൻ കണ്ടിട്ടില്ല. 85 ഞാൻ കാണുന്ന ഫസ്റ്റ് ടെസ്റ്റ് മാച്ചാണ് കാണുന്നത്. അന്ന് ടെസ്റ്റ് മാച്ച് കാണുമ്പോൾ അതിനകത്ത് സുനിൽ ഗാവസ്കർ വെസ്റ്റ് ഇൻഡീസിനെതിരെയാണ് മാച്ച്. എല്ലാ ബാറ്റ്സ്മാൻമാരും പോകുമ്പോൾ മാൽക്കം മാർഷലൊക്കെ ബോൾ ചെയ്യുന്ന സമയത്ത് എല്ലാ ബാറ്റ്സ്മാൻമാരും ഔട്ടായി പോകുമ്പോൾ ഒരു സൈഡിൽ നിന്ന് സുനിൽ ഗാവസ്കർ നിൽക്കുക. അന്ന് സുനിൽ ഗാവസ്കർ സെഞ്ചുറി അടിക്കുന്നു. അപ്പം ഞാൻ സുനിൽ ഗാവസ്കറിൻ്റെ ഫാനായി. അപ്പം എനിക്ക് മനസ്സിലായി ഇങ്ങനെ എല്ലാവരും എറിഞ്ഞിട്ടും എല്ലാവരും തോറ്റിട്ടും പോകാൻ നിൽക്കുന്ന മനുഷ്യൻ സുനിൽ ഗാവസ്കർ. അപ്പം എനിക്ക് ആ പേര് കിട്ടി. പിന്നീട് സുനിൽ ഗാവസ്കറും സുനിൽ മനോഹർ ഗാവസ്കറും ഒരാളാണെന്ന് എനിക്ക് മനസ്സിലാകുന്നു. ഞാനിങ്ങനെ സണ്ണി എന്നൊരു സൈഡിൽ നിന്ന് പേര് പറയുന്നു. പിന്നെ ഈ പത്രത്തിൽ വരുന്ന പിന്നെ ക്രിക്കറ്റ്, പിന്നെ ഇത് ഭ്രാന്തെന്ന് പറഞ്ഞാൽ ഭ്രാന്ത്. ക്ലബിലൊക്കെ കളിക്കായിരുന്നു? ക്ലബ്ബൊന്നും ഇല്ലല്ലോ, നാട്ടിൻപുറമല്ലേ. നാട്ടിൻപുറത്തെ പിള്ളേരെല്ലാം കൂടെ കൂടിയിട്ടുള്ളൊരു ടീം. അപ്പോൾ ഈ പത്രത്തിൽ വരുന്ന ഫോട്ടോ, ക്രിക്കറ്റേഴ്സിൻ്റെ ഫോട്ടോ വെട്ടിയെടുക്കുക, അത് ബുക്കിലൊട്ടിക്കുക. പിന്നെ ഞാൻ ബോൾ ചെയ്യാൻ തുടങ്ങി. നമ്മളിപ്പോൾ ഒരു 4 അടിച്ചു, അത് വീട്ടിൽ പോയി ബുക്കിൽ എഴുതിക്കുക, ഇന്നൊരു 4 അടിച്ചു. കുറേ കാലം കഴിഞ്ഞിട്ടാണ് പതുക്കെ ഒരു 6 ഒക്കെ അടിക്കുന്നത്. കുറേ കാലം കഴിഞ്ഞിട്ടാണ്. കാരണം പറഞ്ഞ അവിടെ വരെ ചെല്ലണ്ടേ. എപ്പോഴും കണക്ട് കിട്ടിയ ഒരു 6 അടിച്ചു, ഞാൻ എഴുതി വെക്കുന്നു. എനിക്ക് കിട്ടുന്ന വിക്കറ്റുകൾ എഴുതി വെക്കുന്നു. കപിൽ ദേവ് 300 വിക്കറ്റ് തേച്ചപ്പോൾ ഞാനും 300 വിക്കറ്റ് ഇപ്പുറത്ത് ഗ്രൗണ്ടിൽ. അപ്പോൾ ഇങ്ങനെ ലോക്കൽ കളി എന്ന് വെച്ചാൽ സകല സ്ഥലത്തും ടൂർണമെന്റ് കാണാൻ പോവുക. അപ്പൊ ടൂർണമെന്റിൽ നന്നായി കളിക്കുന്ന ആളുകൾ നമ്മുടെ ആരാധ്യ പുരുഷന്മാരാവുക. പിന്നെ ക്രിക്കറ്റ് കളി കാണാൻ ഞാൻ ആദ്യമായിട്ട് ക്ലാസ് കട്ട് ചെയ്യുന്നത് ക്രിക്കറ്റ് കാണാൻ വേണ്ടിയിട്ടാണ്. ഞാൻ 1987 വേൾഡ് കപ്പ് സെമിയിൽ ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള മാച്ച് കാണാൻ വേണ്ടിയാണ് ഞാൻ ആദ്യമായിട്ട് ക്ലാസ് കട്ട് ചെയ്യുന്നത്. അങ്ങനെ ഓർമ്മകളുടെ ഒരു ഓർമ്മകൾ എന്ന് പറഞ്ഞാൽ അതിനുശേഷം പിന്നീട് മുന്നോട്ട് പോകും. പിന്നെ 10ാം ക്ലാസ്സിലെത്തുന്നു. അപ്പോൾ പിന്നെ ഞാൻ ബോൾ ചെയ്യുന്നതിന് നല്ല സ്പീഡ് ഉണ്ടാവുന്നു. ഞാൻ ഓപ്പണിംഗ് ബോളർ ആവുന്നു. വിക്കറ്റുകൾ കിട്ടി തുടങ്ങുന്നു. ഞാൻ ബോൾ ചെയ്യുമ്പോൾ പിള്ളേർ അയാളുടെ ഞാൻ ബോൾ ചെയ്യുന്നതിന് സ്പീഡാണെന്ന് പറയുന്നു. എൻ്റെ ബോള് ഞാൻ എറിഞ്ഞിട്ട് കുട്ടികൾ തെറിക്കുന്നു. നമുക്കൊരു ഹരം വരുമല്ലോ. ക്രിക്കറ്ററായി നാട്ടിലെ ക്രിക്കറ്റർ. ഞാൻ 92 വേൾഡ് കപ്പ് 92 എൻ്റെ എക്സാം നടക്കുന്ന സമയത്താണ് 92 വേൾഡ് കപ്പ് നടക്കുന്നത്. ഞാൻ പുലർച്ചെ 3 മണിക്കാണ് കളി. ഈ കളി കാണാൻ വേണ്ടി പോകുന്നു. അപ്പോൾ ക്രിക്കറ്റ് നമ്മുടെ എല്ലാ തരത്തിലും അത് പ്രൊഫഷണൽ ഒരു കളിയോ അല്ലെങ്കിൽ നമ്മുടെ ഒരു വരുമാനത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഞാൻ ഇതിൽ കളിച്ച് ഇന്ത്യൻ ടീമിൽ എത്താൻ വേണ്ടിയിട്ടോ ഒന്നുമല്ല. ഒരു കാര്യമില്ലാതെ ഒരു പാഷൻ, ഒരു ഭ്രാന്തുണ്ടാവുക. മനസ്സിലായില്ല, ഒരു കാര്യമില്ലാതെ.
അതൊരു മകനെ ക്രിക്കറ്റർ ആവണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. സിനിമയിൽ കാണിക്കുന്ന പോലെ. തീർച്ചയായിട്ടും എൻ്റെ ഓർമ്മ എൻ്റെ ഏറ്റവും വലിയ സ്വപ്നങ്ങളിൽ ഒന്ന് എൻ്റെ മകനെ ക്രിക്കറ്ററാക്കുക, അല്ലെങ്കിൽ അവൻ പ്രൊഫഷണലായിട്ട് ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ കളിക്കുന്നത് കാണുമ്പോഴായിരുന്നു. അവൻ ചെറുപ്പത്തിലേ ഞാൻ അവനെ കൊണ്ടുപോകുമ്പോൾ അവൻ ക്രിക്കറ്റ് കളിക്കുന്നത് കണ്ടും അവൻ അതുപോലെ ഗ്രൗണ്ടിൽ ഫോറടിക്കുന്നത് കണ്ടൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷം, എനിക്ക് ഭയങ്കര ആനന്ദം ആഹ്ലാദമൊക്കെ തോന്നില്ല. അങ്ങനെയൊക്കെ പിന്നീട് അവനൊരു 10ാം ക്ലാസ്സൊക്കെ എത്തിക്കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പിന്നെ അവനെ തിരിച്ചു വിളിച്ചു. ഞാൻ വിചാരിച്ചു ഒരു അണ്ടർ 14 അവൻ സ്റ്റേറ്റ് ടീമിൽ എത്തണമെന്ന് ഞാൻ വിചാരിച്ചു. നമ്മുടെ ആഗ്രഹം അതാണ്. എൻ്റെ ലൈഫിൽ ഞാൻ സിനിമാ സംവിധായകനാവണമെന്ന് ആഗ്രഹിച്ചിട്ടില്ല. എൻ്റെ ആഗ്രഹങ്ങൾ മുഴുവനും ആവണമെന്നായിരുന്നു. സ്പാ ഹാപ്പി എൻഡിങ് ആവട്ടെ. താങ്ക് യു വെരി മച്ച്. സിനിമ ഇറങ്ങുമ്പോൾ എല്ലാവരും പോയി കാണുക. നിങ്ങൾക്ക് എന്താണോ അതിനെക്കുറിച്ച് തോന്നുന്നത്, നല്ലത് തോന്നിയാലും ചീത്ത തോന്നിയാലും പറയുക. ഹാപ്പി എൻഡിങ് ആവോ? നിങ്ങളെ ചിരിപ്പിക്കും, നിങ്ങളെ ചിന്തിപ്പിക്കും, രസിപ്പിക്കും, ചർച്ചയ്ക്കുള്ള വഴിമരുന്ന് ഒരുക്കും എന്നൊക്കെയാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ ഇതെല്ലാം ഇനി പ്രേക്ഷകർ തീരുമാനിക്കേണ്ടതാണ്. ഇതെല്ലാം ഒരു ഞാൻ വിചാരിക്കുന്നതാണ്. ചിലപ്പോൾ എൻ്റെ എന്താ പറയുക, എൻ്റെ മോഹമായിരിക്കാം, എൻ്റെ ആഗ്രഹം കൊണ്ട് പറയുന്നതായിരിക്കാം, അറിഞ്ഞുകൂടാ. അത് സിനിമയുടെ അനിശ്ചിതാവസ്ഥ അതാണ്. ആ സിനിമ ഇറങ്ങുന്ന ദിവസം മാത്രമേ ഇതിനെക്കുറിച്ച് പറയാൻ പറ്റുള്ളൂ. നമ്മൾ വിചാരിക്കുകയാണ് ഇങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് എന്നാണ് ഞാൻ പറയുന്നത്. സൂപ്പർ. അപ്പം പടം ഹിറ്റാവട്ടെ. താങ്ക് യു വെരി മച്ച്.